നമ്മൾ ഫോണിലൂടെ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട്. നമ്മൾ ഇത്തരത്തിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫോൺ ഡിസ്പ്ലേയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം തന്നെ മറ്റുള്ള ആളുകൾ ചോർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ മൈക്രോഫോണിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അതും മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ അനുവാദമില്ലാതെ മറ്റുള്ള ആളുകളിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ പാകത്തിന് നമ്മുടെ ഫോണിൽ എല്ലാ സെറ്റിങ്സും അത്തരത്തിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറ്റുള്ള ആളുകൾ കാണുന്നുണ്ട്. അതിനുള്ള പെർമിഷൻ നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ശരിയാക്കിയെടുക്കാം, എങ്ങനെ നമുക്ക് കൃത്യമായ രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ സെറ്റിങ്സ് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. എല്ലാവരുടെ ഫോണിലും ഈ ഗൂഗിൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാനതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെക്കമെൻഡ് ആൾ സർവീസ് എന്ന 2 ഓപ്ഷൻ ഉണ്ടാകും. അതിന് മുകളിലായിട്ട് നമ്മുടെ ജിമെയിൽ ഐ ഡി കാണാനായിട്ട് സാധിക്കും. ഏത് ജിമെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ ഫോൺ സൈൻ ഇൻ ചെയ്തിരിക്കുന്നത് ആ ജിമെയിൽ ഐ ഡി ആയിരിക്കും അവിടെ കാണുക. നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫോണിൽ സൈൻ ഇൻ ചെയ്യുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ആരോ മാർക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എത്ര ജിമെയിൽ ഐ ഡികൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ജിമെയിൽ ഐ ഡികൾ മുഴുവൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡി അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ആൾ സർവീസ് എന്ന് കാണുന്നില്ല, ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് കുറച്ച് താഴേക്ക് വരിക. ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഭാഗത്ത് പേഴ്സണലൈസ് യൂസിങ് ഷെയറിംഗ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ആപ്ലിക്കേഷനുകളും അപ്പോൾ ഇതെല്ലാം ഓണായിട്ട് കിടക്കുകയാണ്. ഇത് ഓണായി കിടന്നു കഴിഞ്ഞാൽ എന്താണ് ഭവിഷ്യത്ത് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് താഴെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ലെറ്റ്സ് ഗൂഗിൾ ആപ്സ് യൂസിങ് ഓൺ ഡിവൈസ് ഡാറ്റ ഷെയർഡ് ബൈ ദസ് ആപ്സ് അതർ സോഴ്സ്. അതർ സോഴ്സ് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗത്തേക്കൊക്കെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഡാറ്റാസ് ഗൂഗിൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇതൊക്കെ നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. എല്ലാം തന്നെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരാനില്ല. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. കാരണം നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ വർക്കായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഒരുപാട് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഗുണങ്ങളാണുള്ളത്. നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് കുറയുന്നത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റിങ്സിലേക്ക് പോകാം. നമ്മുടെ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിലൂടെ ലീക്കായി പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക? അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിലുള്ള കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമായിരിക്കും ഇവിടെ കാണാനായിട്ട് സാധിക്കുക. എല്ലാ ആപ്ലിക്കേഷനുകളും കാണാനായിട്ട് ഇവിടെ സീ ആൾ ആപ്സ് എന്നുണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യാമറ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതൊരു ആപ്സാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ പെർമിഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ലേ, പെർമിഷൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ സമയത്തും അലോ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷനുകൾ മാത്രമായിരിക്കും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. എന്നാൽ ഇത് മാത്രമല്ല, നമ്മുടെ ഫോണിൽ എല്ലാ സമയത്തും അലോയ്ഡായി കിടക്കുന്ന പെർമിഷൻ അത് നമുക്ക് കാണണമെങ്കിൽ ഈ മുകളിൽ കാണുന്ന ആ 3 ഡോട്ട് കാണുന്നില്ലേ, ഒരു 3 കുത്ത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആൾ പെർമിഷൻ എന്ന് കൊടുക്കുക. ആൾ പെർമിഷൻ എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എത്ര പെർമിഷനുകൾ എത്ര ഫോണിലേക്ക് നമ്മൾ കൊടുക്കുന്നു, എന്തൊക്കെ പെർമിഷനുകളാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മൾ കൊടുക്കാത്ത പെർമിഷനുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കുക, ലൊക്കേഷൻ, അതുപോലെ തന്നെ ക്യാമറ, അതുപോലെ തന്നെ റെക്കോർഡ് ഓഡിയോ, നോട്ടിഫിക്കേഷൻ, ഇതെല്ലാം നമ്മൾ അറിയാതെ നമ്മുടെ ഫോണിൽ ഇത്രയും കാര്യങ്ങൾ
അലോഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഹാവ് ഫുൾ നെറ്റ്വർക്ക് ആക്സസ്, അതായത് നമ്മുടെ ഫോണിലുള്ള നെറ്റ്വർക്ക് ഫുൾ ആക്സസ് ചെയ്യാനുള്ള കഴിവ് പോലും ഇതിനുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ട കാര്യം എന്നത് നമുക്ക് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എത്രത്തോളം പെർമിഷനുകൾ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഫോണിൽ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബാക്കിലേക്ക് തന്നെ വരിക. അപ്പോൾ ഇവിടെ ആപ്സ് ഇൻഫോ എന്നുള്ള ആ ഭാഗത്തേക്കാണ് വരുന്നത്. വന്നതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ മോഡിഫൈ സിസ്റ്റം സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അലോ മോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റം സെറ്റിംഗ്സ്, ആ ഒരു ഭാഗം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ദിസ് പെർമിഷൻ അലോ ആൻഡ് ആപ്പ് ടു മോഡിഫൈ സിസ്റ്റം സെറ്റിംഗ്സ് എന്ന് കാണുന്നുണ്ട്, അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഫോണിൽ നമ്മുടെ അനുവാദമില്ലാതെ ഒരിക്കലും നമ്മുടെ ഫോണിലുള്ള പെർമിഷൻ മറ്റുള്ള ആളുകൾക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ഓൺ ചെയ്യട്ടെ എന്ന് ചിലപ്പോൾ ചില ഫോണുകളിൽ അത് അത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർമിഷൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി, ഓക്കെ മാത്രം കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് ഫോണുകളിലൊക്കെ മറ്റൊരു ഓപ്ഷൻ കൂടെ നമുക്കിവിടെ വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് കാണിച്ചു തരാം. ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസുകൾ കാണാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ബാക്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഞാൻ കാണിച്ചു തരാം. മൈക്ക് ആക്സസ് അവൈലബിൾ എന്ന് കാണുന്നുണ്ട്. ഈ മൈക്ക് ആക്സസ് നമ്മുടെ ഫോണിൽ എല്ലാ സമയത്തും ഓൺ ആയി കിടക്കുന്ന ഒരു ഓപ്ഷനാണിത്. ഇത് ഞാനിപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെക്കോർഡിംഗ് ഓഫായി പോകും, അതുകൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങളത് ഓൺ എന്ന് കൊടുത്താൽ മാത്രം മതി, അത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു മൈക്കും അതുപോലെ തന്നെ ക്യാമറയും ഇതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ചെയ്യുക. ഇതാണ് അതിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മുടെ ഒരുപാട് പെർമിഷനുകളിലൂടെ നമ്മുടെ ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസുകൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അടുത്ത സെറ്റിങ്സിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഗൂഗിൾ എന്ന ആ ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ആൾ സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ എടുത്ത അതേ സെക്ഷൻ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ആ ഒരു ഭാഗത്തേക്ക് വരിക. ഇവിടെ ആ ഒരു ഭാഗത്ത് യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നതിവിടെ ഓണായിട്ടാണ് കിടക്കുന്നത്. ഇത് ഓണായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ എടുക്കുന്നോ അതുപോലെ തന്നെ എന്തൊക്കെ വെബ്സൈറ്റുകളിൽ പോകുന്നതൊക്കെ തന്നെ ഗൂഗിളിൽ അതിൻ്റെ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും വിവരങ്ങൾ ഗൂഗിളിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഇതിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുക. യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്ന ഒരു ഭാഗം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകും. ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. നേരത്തെ എടുത്തിരുന്ന അതേ ഒരു ഭാഗത്ത് തന്നെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഏറ്റവും മുകളിലായിട്ട് ആഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിലേറ്റ് അഡ്വർടൈസിങ് ഐ ഡി, റീസെറ്റ് അഡ്വർടൈസിങ് ഐ ഡി, ആഡ് പ്രൈവസി എന്നൊക്കെ കുറേ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് റീസെറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്നുള്ളതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കൺഫേം കൊടുക്കുക. അതിനുശേഷം ഡിലേറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് കാണുന്നില്ല, അതിലൊന്ന് കൊടുക്കുക. ഇവിടെ ഡിലേറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്നുള്ളതൊന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഫോണിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഫോണിൽ ചില സമയത്ത് പരസ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെ ഒരു പരസ്യമായി വന്നു എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അത് ഈ ഒരു സെറ്റിങ്സിലൂടെയാണ്.
അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ വേറെ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. അതും ഈ ഒരു സെറ്റിങ്സ് വഴിയാണ് ഇത്തരത്തിൽ വരുന്നത്. നമ്മൾ അത് കാരണം എന്താണ് വരുന്നത്, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലൂടെ അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് ക്യാച്ച് ചെയ്തിട്ട് ഗൂഗിളിനെ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്തും അതിനെക്കുറിച്ചും ഇത് എടുത്തതിന് ശേഷം അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ എന്തിനെ കുറിച്ചാണ് കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് എന്നത് ഗൂഗിളിലേക്ക് അയച്ചു കൊടുക്കുകയും അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരാനുള്ള കാരണവും ഈ ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫോണിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.